നമ്മുടെ കൊല്ലംകാരുടെ അഹങ്കാരമായ മൺട്രോത്തുരുത്തിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര തുടങ്ങാൻ പോകുന്നത്. കേരളത്തിന് തന്നെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് മൺട്രോത്തുരുത്ത്. ചെടികൾ ധാരാളം നിറഞ്ഞു നിൽക്കുന്ന അഷ്ടമുടി കായലിന്റെയും കല്ലടയാറിന്റെയും ചെറിയ ചെറിയ കനാലുകളുടെയും തോടുകളുടെയും ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് നമ്മളുടെ യാത്ര തുടങ്ങാൻ പോകുന്നത്. അപ്പോ നിങ്ങളും ഒപ്പം കൂടുകയല്ലേ ഞങ്ങളുടെ ഈ ചെറിയ വള്ളത്തിലുള്ള യാത്രയിലേക്ക്? പോകാം വീഡിയോയിലേക്ക്. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന മൺട്രോത്തുരുത്ത് വിനോദസഞ്ചാരത്തിന് പ്രശസ്തമായിട്ട് ഇപ്പോൾ 10 വർഷത്തിലേറെ ആയിരിക്കുന്നു. ഈ കാണുന്ന ചെറിയ വെള്ളം മാത്രമല്ല, ശിക്കാരവെള്ളം, കയാക്കിംഗ്, പെഡൽ ബോട്ടിംഗ്, അങ്ങനെ കുറെ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഓരോ ബോട്ടിങ്ങിനും ഓരോ റേറ്റ് ആണെന്ന് മാത്രം. ഞങ്ങൾ ഈ പോയ ചെറിയ വെള്ളത്തിന് മാക്സിമം 8 പേരെയാണ് അവർ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നത്. അതിപ്പോ എത്ര അധികം ആളുണ്ടെങ്കിലും അവർ സമ്മതിക്കുന്നുണ്ടാവില്ല. ഗവൺമെന്റ് റൂൾ പ്രകാരം അവർക്ക് പറഞ്ഞിരിക്കുന്നതാണ് മാക്സിമം 8 പേരെന്ന്. 600 രൂപയാണ് റേറ്റ് വരുന്നത്. നാട്ടിലൊക്കെ ഇപ്പൊ മഴയാണല്ലോ. ആ മഴക്കാലത്താണ് ഞങ്ങൾ ഇവിടെ കാണാൻ പോയത്. അപ്പൊ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്, മഴക്കാലത്ത് ഇവിടെ വെള്ളം കയറില്ലേ എന്ന്. അതിന് കിട്ടിയൊരു മറുപടിയാണ്, മഴക്കാലത്ത് അവിടെ വെള്ളം കയറില്ല, പകരം വേലിയേറ്റത്തിനാണ് അവിടെ ഏറ്റവും കൂടുതൽ വെള്ളം കയറുന്നതും വീടുകളിലൊക്കെ വെള്ളം കയറുന്നത് ആ സമയത്താണത്രേ. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നതാണ് ഈ ബോട്ട് യാത്രയ്ക്കിടയ്ക്ക് നമുക്ക് ഇറങ്ങി നിന്ന് ആസ്വദിക്കാൻ പറ്റിയ സ്പോട്ട്. കണ്ടൽക്കാടുകളുടെ നടുവിൽ നമുക്ക് ഇറങ്ങി നിന്ന് എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്യാം. മൺട്രോത്തുരുത്തിന് എങ്ങനെയാണ് ഈ പേര് വന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയാമെങ്കിൽ കമന്റ് ആയിട്ടിടണേ. ഇല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം ഞാനത് പറയാം. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന സ്പോട്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് വീഡിയോസിലൊക്കെ വൈറലായിട്ടുള്ള കണ്ടൽക്കാടുകളുടെ നടുവിലൂടെ വെള്ളം ഒഴുകുന്ന, അതിനിടയിൽ ബോട്ട് യാത്ര ചെയ്ത് അവിടെ പോയി തിരിഞ്ഞു വരുന്ന സ്പോട്ട്. നേരത്തെ ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു മൺട്രോത്തുരുത്തിന് എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന്. പണ്ട് കാലത്ത് ഇവിടെ ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന സമയത്ത് കേണൽ ജോൺ മൺട്രോ എന്ന് പറയുന്ന ഒരാള് കല്ലടയാറിന് കൈവരി ഉണ്ടാക്കി. എന്നിട്ട് ആ വെള്ളം പുത്തനാറിലേക്ക് ഒഴുക്കി വിട്ടു. അങ്ങനെ അയാളുടെ ഓർമ്മയ്ക്കായിട്ടാണ് മൺട്രോ എന്ന് പേര് വന്നത്. ഇപ്പോൾ ഈ മൺട്രോത്തുരുത്ത് അറിയപ്പെടുന്നത് സിങ്കിങ് ഐലൻഡ് ഓഫ് കേരള, അതായത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ദ്വീപ് എന്നാണ്. അത് തന്നെയാണ് മൺട്രോത്തുരുത്ത് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.